ഏവരെയും വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലിസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിനും പ്രസാദം തോന്നി എന്ന വാക്യം നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോകാറ്റേനേസോ എന്ന ഗ്രീക്ക് പ്രയോഗമാണ് പൗലോസ് നിരപ്പ് അല്ലെങ്കിൽ അനുരഞ്ജനം അഥവാ ടു റെക്കൺസൈൽ എന്ന പദത്തെ സൂചിപ്പിക്കുവാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം നമ്മെ വിശുദ്ധരും കുറ്റമില്ലാത്തവരുമായി തൻ്റെ സന്നിധിയിൽ നിർത്തുവാൻ നമ്മെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന ബോധ്യം ഈ വാക്യത്തിലൂടെ നമുക്കുണ്ടാകണം. അതിനാൽ നീതിയുള്ള പെരുമാറ്റം, സത്യസന്ധത, സഹോദര സ്നേഹം എന്നിവ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനും ബന്ധങ്ങളെ ചേർത്ത് നിർത്തുവാനും നാം ശ്രമിക്കണം. പുതിയ നിയമ പശ്ചാത്തലത്തിൽ ഈ നിരപ്പ് എന്ന് പറയുന്ന ആശയം ദൈവിക പ്രവർത്തനങ്ങളിലുള്ള നമ്മുടെ പങ്കാളിത്തത്തെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. ഓരോ അനുരഞ്ജനവും ദൈവികമാണ് എന്നും അനുരഞ്ജനം എന്നത് ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനത്തിൽ നമുക്കുള്ള പങ്കിനെയും സൂചിപ്പിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യരായ നമ്മുടെ കഠിന ഹൃദയങ്ങളെ മാറ്റി മനസ്സ് തുറന്ന് തെറ്റിപ്പോയ അവസ്ഥകളെ മനസ്സിലാക്കി ദൈവം നമ്മോട് നിരന്നതുപോലെ സകലരോടും നിരപ്പിൻ്റെ പാതയിൽ മുന്നേറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.